പ്രശാന്തേട്ടാ, ദിവ്യ ദിവ്യ ജയിലിലായിരുന്നു, ഇപ്പൊ പുറത്തിറങ്ങി. ദിവ്യ ഒരു കുറ്റക്കാരിയാണോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ ചോദ്യം, ഒരു തെറ്റുകാരിയാണോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. പ്രഥമ ദൃഷ്ടിയ നമുക്ക് നോക്കുമ്പോൾ, ജനങ്ങളായാലും നോക്കുമ്പോൾ ദിവ്യ ഒരു തെറ്റുകാരിയാണെന്ന് നമുക്ക് തോന്നും. ഇനി രണ്ടാമത്തെ ചോദ്യം, നവീൻ ബാബു ഒരു വിശുദ്ധനാണോ? നവീൻ ബാബു ഒരു വിശുദ്ധനാണെന്ന് പ്രഥമ ദൃഷ്ടിയ നാട്ടുകാർക്കും മറ്റ് നവീൻ ബാബുവിനെ അനുകൂലിക്കുന്ന ആൾക്കാർക്കും തോന്നുന്നുണ്ട്. വിശുദ്ധനാകട്ടെ, ആയിരിക്കട്ടെ എന്നാണ് ഞാനും പറയുന്നത്, നമ്മളെല്ലാവരും പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും നവീൻ ബാബു കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇതുവരെ ആരും അഡ്രസ് ചെയ്തിട്ടില്ല. എല്ലാ ആൾക്കാരും നവീൻ ബാബു വിശുദ്ധനാണ് എന്നുള്ള ആ ഒരൊറ്റ മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നവീൻ ബാബുവിന്റെ കൊളീഗ്സും സബോർഡിനേറ്റ്സും അടക്കമുള്ളവർ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഗുഡ് റിപ്പോർട്ടാണ്. പോരാത്തതിന് മന്ത്രി അദ്ദേഹത്തിന് കൊടുത്ത ഗുഡ് റിപ്പോർട്ടാണ്. ഇപ്പോൾ വരുന്ന ചില സംസാരങ്ങൾ നമ്മൾക്ക് കണക്കിലെടുത്തു കഴിഞ്ഞാൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പോലും നവീൻ ബാബുവിന് വേണ്ടി വേറെ ആരൊക്കെയോ ആ കൈക്കൂലി മേടിച്ചിട്ടുണ്ടെന്നും അവരെ ഒതുക്കാനാണ് ദിവ്യ ഇങ്ങനെ പറഞ്ഞത് എന്നും ഒരു സംസാരം പൊതുവെ പാർട്ടിക്കകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രശാന്തേട്ടൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയായിരിക്കില്ല. എന്താ തോന്നുന്നത്? ദിവ്യ കുറ്റക്കാരിയാണോ? നവീൻ ബാബു വാഴ്ത്തപ്പെടേണ്ട ഒരാളാണോ? ദിവ്യ കുറ്റക്കാരിയാണല്ലോ. ദിവ്യയുടെ കുറ്റം എന്ന് പറഞ്ഞാൽ ദിവ്യ പരസ്യമായിട്ട് ഒരാളെ മാനസികമായിട്ട് ഇൻസൾട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അതിൽ കാണുന്ന പ്രാഥമികമായിട്ടുള്ള. അതൊരു അപക്വമായ ഒരു നടപടിയാണ്. തീർച്ചയായിട്ടും അപക്വമായ ഒരു നടപടിയാണ്. അവർ രാഷ്ട്രീയക്കാരിയാകുമ്പോൾ അവർക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമുള്ള കാര്യത്തെക്കുറിച്ചാണോ അവരെന്ന് അവിടെ സംസാരിച്ചത്? ആയിരിക്കാം, അല്ലെങ്കിൽ അവരത്ര റിസ്ക് എടുക്കത്തില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം അവർ. പക്ഷെ അത് അവിടെ വെച്ച് അങ്ങനെയാണെങ്കിൽ അവർ എന്തിനാണ് അത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചത്? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ ഒരു സംഭവം അവിടെ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ദിവ്യക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടില്ല. അല്ല, ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നീങ്ങണമെന്നില്ല. നിങ്ങളൊരു പടക്കം കത്തിച്ച് ഒരിടത്തോട്ട് എറിയുമ്പോൾ അത് അത്രയും ദൂരെ ചെന്ന് വീഴണമെന്നില്ലല്ലോ. ചിലപ്പോൾ ലക്ഷ്യം തെറ്റി വീഴാം. അപ്പൊ വിചാരിക്കുന്ന കാര്യം വേറെ രീതിയിലാവും. ദിവ്യ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരി നമ്മളിപ്പം എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അവര് കണ്ണൂരെ ഈ പറയുന്ന പോലെ നല്ല രാഷ്ട്രീയക്കാരിയൊക്കെ തന്നെ. അഭിപ്രായ വ്യത്യാസം വലുതായിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരിയാണ് ഇതുവരെ. അല്ല, അതിനെക്കുറിച്ച് പറയുമ്പോഴും ദിവ്യക്കെതിരെ ഇതിനു മുമ്പും ദിവ്യ ആൾക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് വലിയ വാസ്തവമൊന്നും ഉള്ളതായിട്ടില്ല. ഞാനീ പറഞ്ഞത് അത് മറ്റേതിനെ പറ്റി അന്ന് വന്ന റിപ്പോർട്ട് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ വേറെ റിപ്പോർട്ടും വന്നായിരുന്നു. ധനുഷ് പറഞ്ഞ ഒരു വിഷയത്തെ ഞാൻ ശ്രദ്ധിച്ച ഇതിനകത്ത് ദിവ്യക്ക് ഒരു വാശിയുള്ളവരാണല്ലോ. നമ്മൾ ആ പത്രസമ്മേളനം ശ്രദ്ധിക്കുമ്പോഴും ആ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ വരികയൊക്കെ ചെയ്യുമ്പോൾ ദിവ്യക്ക് അതിനകത്തൊരു വാശിയുണ്ട്. അതൊരു രാഷ്ട്രീയക്കാരന്റെ വാശിയാണ്, അല്ലെ രാഷ്ട്രീയക്കാരുടെ വാശിയാണ്. കാരണം ഇതിനകത്ത് നമ്മൾ തിരയുമ്പോൾ വളരെ നിഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. ഈ പമ്പ് നിന്റെ അപേക്ഷ അല്ലെങ്കിൽ NOCക്ക് വേണ്ടി ഈ പമ്പിന്റെ ഉടമ കൊടുക്കുന്നു. ഈ പ്രശാന്ത് കൊടുക്കുന്നു. പ്രശാന്തിന്റെ ബെയർബോട്ട്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പമ്പിന്റെ ഇതിനു വേണ്ടി കൊടുക്കുന്നു. ഈ പമ്പിന്റെ NOCക്ക് വേണ്ടി കൊടുക്കുന്ന പമ്പിന്റെ NOC കിട്ടാൻ താമസിക്കുന്നു. അപ്പൊ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിലും പ്രശാന്ത് CPM സഹായത്തിന് എന്നുള്ള രീതിയിലും ദിവ്യയെ സമീപിച്ചു, അല്ലെങ്കിൽ അവരുടെ ഡെസ്കിൽ കൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെസ്കിൽ കൂടി ഇത് പോകുന്നു. ദിവ്യ പറയുന്നത് ഒരിക്കൽ പോലും ഒരാവശ്യത്തിന് ഞാൻ ഈ ADMനെ വിളിച്ചിട്ടില്ല, പക്ഷെ ഈ ഒരു ആവശ്യത്തിന് ഒന്ന് ശരിയാക്കി കൊടുക്കണേ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. കാരണം NOC നീണ്ടുപോകുന്നത് കൊണ്ടാണല്ലോ അതിനകത്തൊരു ശുപാർശയ്ക്ക് വേണ്ടി ആളിനെ കൊണ്ട് വിളിക്കേണ്ടി വരും. അപ്പം അതിനുശേഷവും ഈ അപേക്ഷ അല്ലെങ്കിൽ ഇത് കിട്ടാതെ വരും. അതിനുശേഷം ഈ ആവശ്യക്കാരൻ എന്ന് പറയുന്ന ആള് ഇപ്പൊ ധനുഷ് ഒരു നേതാവാണ്. ധനുഷിനെ കൊണ്ട് കാര്യം നടത്താൻ വേണ്ടി ശ്രമിക്കും. നടന്നില്ലെങ്കിൽ അവൻ വീണ്ടും അടുത്ത നേതാവിനെ തിരക്കി പോകും. ഇത് പൊതുവെ ജനത്തിനായിട്ടുള്ള ഒരു പ്രശ്നം. അപ്പൊ അടുത്ത ഇയാൾ തിരക്കി കഴിഞ്ഞാൽ CPM തന്നെ കൊണ്ട് നടക്കുന്നു. ഇപ്പൊ CPI ആണല്ലോ ഈ വകുപ്പ് ഭരിക്കുന്നത്. CPI നേതാവിനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക CPM ഇടപെട്ടു എന്നല്ലെങ്കിൽ അതിനകത്ത് സമീപിക്കുന്നു. ഈ NOC കിട്ടുന്നു. അപ്പം അതിനകത്ത് ഇത് വെച്ച് താമസിപ്പിക്കുന്നതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നടക്കാത്ത കാര്യം, കൊടുക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ ഫയൽ നീങ്ങിപ്പോണ്ടത്. അതെ. അപ്പം കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ ഫയലിനകത്ത് നോട്ട് എഴുതാൻ പറ്റും. ഈ ഇത് അനുവദിക്കാൻ പറ്റുന്നതല്ല. എഴുതിയിട്ടുണ്ടല്ലോ. എവിടെ എഴുതിയിട്ടുണ്ട്? നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ 5 ഭാഗങ്ങളിൽ നിന്ന് 5 വകുപ്പുകളിൽ നിന്ന് ക്ലിയറൻസ് വരണം.
അതിൽ ഇവർ കൊടുക്കാൻ 4 വകുപ്പുകളിൽ നിന്ന് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ ഒരു വകുപ്പ് ക്ലിയറൻസ് കൊടുക്കാത്തത് പോലീസാണ്. ആ പമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളവുണ്ടെന്നും ആ വളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് ക്ലിയറൻസ് കൊടുത്തിട്ടില്ല. അങ്ങനെ ക്ലിയറൻസ് കിട്ടാത്ത സാഹചര്യത്തിൽ നവീൻ ബാബുവിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുകയാണ്. നവീൻ ബാബു അവിടെ ചെയ്തത് ഇങ്ങനെ 5 കാര്യങ്ങളിൽ 5 വകുപ്പുകളിൽ നിന്ന് ഒരെണ്ണത്തിൽ പോലും ക്ലിയറൻസ് ലഭിക്കാൻ സാധ്യതയില്ലെങ്കിൽ അതിനെ PWDയിലേക്ക് വിടുക എന്നുള്ളതാണ്, അതിന്റെ വേറൊരു വകുപ്പിലേക്ക് വിടുക എന്നുള്ളതാണ്. നവീൻ ബാബു അത് ചെയ്തിട്ടുണ്ട്. PWDയിലേക്ക് വിട്ട് അതിന് NOC മേടിച്ചു കൊടുക്കാനുള്ള സാഹചര്യമാണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. അതായത് NOC കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്, ദിവ്യയുടെ ഷോ ഓഫ് ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഈ പറയുന്ന കാര്യം എത്രത്തോളം വാസ്തവമാണെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ആണ് NOC ഈ പറയുന്ന വിഷയം നീണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഇതിനകത്ത് ഇന്ന കാര്യം നീണ്ടുപോകേണ്ട കാര്യമില്ലെന്നല്ല, അത് കൃത്യമായിട്ടുള്ള സമയത്തിൽ തന്നെയാണ് പുള്ളി ഒരാഴ്ചക്കകം NOC കൊടുത്തു. അല്ല, ഇല്ല, കൊടുത്തിട്ടില്ല. അതാണ് റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള കാര്യമാണ്. ഈ റിപ്പോർട്ട് ഞാൻ പറയട്ടെ, ഇപ്പൊ പ്രശാന്ത് ഏട്ടൻ നവീൻ ബാബുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണെന്ന് വയ്ക്കുക. ഈ 5 വകുപ്പുകളിൽ നിന്നുള്ള ആ ഒരു സമ്മതം കിട്ടാനായിട്ട് ഒരു താമസമുണ്ട് ഇല്ലേ? ആ സമ്മതം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചക്കകം അത് ഇത് മജിസ്ട്രേറ്റിന്റെ അടുത്ത് വരണ്ടേ? അതായത് ADMന്റെ അടുത്ത് അത് വരണമല്ലോ. വന്നു കഴിഞ്ഞാൽ പുള്ളി ഒരാഴ്ചക്കകം അത് കൊടുത്തു കഴിഞ്ഞു. ഒരു ഫയല് താമസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫയല് ഒരു ഉദ്യോഗസ്ഥന്റെ ഫ്രണ്ടിൽ എത്ര ദിവസം ഇരിക്കണം എന്നുള്ളതിനെ പറ്റി ഇപ്പൊ നിയമമുണ്ട്. ADM എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണല്ലോ, അതായത് ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു ഫയൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു റിക്വസ്റ്റ് എടുത്ത് കൊടുത്താൽ അത് ഉടനെ അതിന് റിപ്പോർട്ട് കിട്ടും. ഈ പറയുന്ന പോലെ താമസിക്കത്തൊന്നുമില്ല. കാരണം വേറെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കളിക്കുന്ന പോലെ ഒരു കളക്ടർ എടുത്തും അല്ലെങ്കിൽ ADMന്റെ അടുത്തൊന്നും ആരും നിൽക്കത്തില്ല. കാരണം അവർ പരമാധികാരികളാണല്ലോ. അപ്പൊ ഇതിനകത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഫയൽ നീണ്ടുപോയിട്ടുണ്ട്. ആ ഫയൽ നീണ്ടുപോകുകയും വേറെ ആൾക്കാർ ഇടപെടുമ്പോൾ ഈ ഫയൽ നീങ്ങുകയും ചെയ്തു. അതിനകത്തുള്ള ഒരു പ്രശ്നമാണ് ഇതിനകത്ത് ദിവ്യയ്ക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദിവ്യ പറഞ്ഞപ്പോ കാര്യം നടക്കുന്നില്ല, വേറെ ആൾ പറയുമ്പോൾ നടക്കുന്നു. അതെന്തുകൊണ്ട് നടന്നു? ദിവ്യ പറയുമ്പോൾ നടക്കാതെ വരുന്നെന്ന് പറഞ്ഞാൽ അപ്പൊ നടക്കാത്ത കാര്യം ഒന്നുകിൽ നടക്കാത്തതേ ആയിരിക്കണം. പറയുന്ന ധനുഷ് മനസ്സിലായില്ലേ? ദിവ്യ പറയുമ്പോൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വിഷയം നടക്കാത്തതേ ആയിരിക്കണം. ആ ദിവ്യ പറയുമ്പോൾ നടക്കാത്ത വിഷയം, നീണ്ടുപോകുന്ന വിഷയം വേറെ ഒരു നേതാവ് പറയുമ്പോൾ നടക്കുക എന്ന് പറയുമ്പോൾ ദിവ്യയുടെ ക്രെഡിബിലിറ്റി അവിടെ പോവുകയാണ്. രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ള തോന്നലായി ഞാൻ ഈ പറഞ്ഞത്, ക്രെഡിബിലിറ്റി അവിടെ പോവുകയാണ്. അവൻ CPMന്റെ ഒരു പ്രമുഖയായ നേതാവ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം, അവരുടെ പള്ളക്കിരിക്കുന്ന അവരുടെ അല്ലെങ്കിൽ അവരെ തോളത്തിരിക്കുന്ന അവര് കൊണ്ടു നടക്കുന്ന CPI എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ വിചാരിക്കുമ്പോൾ നടക്കും. അവരുടെ വകുപ്പാണെങ്കിൽ തന്നെ അവർക്ക് അത്ര സഹിക്കത്തൊന്നുമില്ല. കാരണം വലിയ കാര്യമൊന്നുമില്ല ഇത്. കളക്ടറെ മാറ്റുക അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഒരു ചെറിയൊരു NOCയുടെ വിഷയമാണ്. അതിനകത്തൊന്നും അവരിത് തിരയാൻ തുടങ്ങി. അവർ പ്രശാന്തിനെ വിളിച്ചു. ഈ പ്രശാന്തിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. പ്രശാന്ത് പെടുത്തി എന്ന് കാണുമല്ലോ, ചെറിയ കാര്യങ്ങൾ തിരക്കാൻ പറഞ്ഞു. ഇന്നതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നേരം അവര് പറഞ്ഞു പൈസ കൊടുക്കാൻ പറഞ്ഞു. അതിന് പൈസ കൊടുക്കുന്നതിന് വ്യക്തമായ രേഖ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. അതായത് പൈസ കൊടുക്കുമ്പോൾ ധനുഷ് ഒരു 1 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ ധനുഷ് കൊടുക്കുന്നതിന് രേഖ ഉണ്ടാക്കണമല്ലോ. അതിന് ഈ പ്രശാന്ത് എന്ന് പറഞ്ഞവൻ അവന്റെ സ്വർണം കൊണ്ടുവന്ന് അവിടെ പണയം വെച്ചു, പണയത്തിന്റെ റെസിപ്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് ഈ പൈസ കൃത്യമായിട്ട് അതിന്റെ റൂട്ട് ഉണ്ടാക്കി കറക്റ്റ് ചെയ്താ കൊടുത്തേക്കുന്നേ. ആരുടെ കൈ കൊടുത്തു? ആരുടെ കൈ കൊടുത്തു? പൈസ കൊടുത്തു തെളിവില്ല. ആര് പറഞ്ഞ തെളിവില്ലെന്ന്? നിങ്ങളാണോ തീരുമാനം? നിങ്ങൾ കുറെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കുറെ ആൾക്കാർ തെളിവുണ്ടോ ഇല്ലെന്ന് ഇപ്പം വരും. പ്രശാന്ത് അല്ല, എനിക്ക് ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഇന്നലെ പ്രശാന്തിനെ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് നവീൻ ബാബു എന്ന് പറയുന്ന ആളിനോട് വിരോധം ഉണ്ടായിട്ട് പറയല്ല. അദ്ദേഹം മാന്യനായ ഒരു വിഷയമാണ്. പക്ഷെ ആ മാന്യനായ മനുഷ്യനെ ഉപയോഗിച്ചു പോലും ചില ആൾക്കാർ ഈ നീചമായ പ്രവൃത്തി ചെയ്യിച്ചു. എന്നിട്ട് ആ മനുഷ്യനെ കൊണ്ട് ആ മനുഷ്യന്റെ കെയർ ഓഫിൽ കൈക്കൂലി മേടിച്ചു. അദ്ദേഹത്തിന് അതിനകത്ത് യാതൊരു പങ്കുമില്ല. എന്നിട്ട് നാളെ കാലത്തെ അങ്ങനെ മേടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉരുത്തിരിച്ചെടുത്താണ്. കാരണം ഈ സ്ത്രീ പറഞ്ഞപ്പോൾ കൊടുക്കാവുന്ന ഒരു NOC ആയിരിക്കും. അന്നേരം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ താല്പര്യം മാറ്റിവെപ്പിച്ചതാ. എന്നിട്ട് മറ്റവർ പറഞ്ഞപ്പോൾ കൊടുപ്പിക്കുന്നു. അവരുടെ താല്പര്യങ്ങൾ നടക്കുന്നു. അപ്പൊ ഇവർക്കുണ്ടാവുന്ന വൈരാഗ്യത്തിന് യഥാർത്ഥ പ്രതി രക്ഷപ്പെടും, നവീൻ ബാബു മാത്രം പെടും. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നവീൻ ബാബുവിനെ കരിവാക്കി വേറെ ആരോ ആണ് കൈക്കൂലി മേടിച്ചതെന്ന് പറയുന്നത്. അതാരാണ്? അതാരാണെന്നുള്ള കാര്യം എനിക്കിപ്പോ പറയാം, എനിക്ക് വ്യക്തമായ ഒരു ഇതില്ലാത്തവ പറയാനൊക്കത്തില്ലല്ലോ. ആരാണെന്നുള്ള കാര്യം ഊഹിക്കാവല്ലോ. ഇതിനകത്ത് CPI അതിനകത്ത് ഇടപെട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ആ പാർട്ടി എന്തിനാണ് നവീൻ ബാബു രാത്രി 9:30 സമയത്ത് സ്വന്തം ഭാര്യയും കുഞ്ഞിനുങ്ങളെ പുള്ളി വരുന്നതിന് അല്ലെങ്കിൽ ടെൻഷനുള്ള കാര്യം വേണ്ടി സംസാരിക്കുക? 9:30 സമയത്ത് അഖിലെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി വിളിക്കുന്നത്. അയാൾ അദ്ദേഹത്തിന്റെ കീഴിൽ എവിടെ ആയിരിക്കുന്നത്? പാർട്ടിക്ക് അത് വലിയ പോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കും.
ഇദ്ദേഹം കളക്ടർക്ക് താഴെയിരിക്കുന്ന പോസ്റ്റ്, യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞാൽ കളക്ടറുടെ പോസ്റ്റ്. അങ്ങനത്തെ ആ മനുഷ്യൻ എന്തിനാ 9:30 സമയത്ത് ഈ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നേ? അതിനകത്ത് പുള്ളിക്കുള്ള കാര്യം എന്തോ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? പുള്ളിക്കുള്ള കാര്യം അത് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാലും ഇതിപ്പം അദ്ദേഹത്തെ 9:30 വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അത് മാധ്യമങ്ങളുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണല്ലോ അറിയുന്നത്. അതിനകത്ത് അദ്ദേഹത്തിന് ആ പറഞ്ഞ ആക്കി ശകലം മണ്ടത്തിലുണ്ടായതുകൊണ്ട് അത് പറഞ്ഞു പോയത്. അത് അന്ന് രാത്രികൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആരും വെളിയിൽ പറയുന്നില്ല. അത് പോലീസിന് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുമ്പോൾ കാര്യങ്ങളുടെയൊക്കെ ഏകദേശ ധാരണ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ പ്രശാന്തിനെ വിളിച്ച് മൊഴിയെടുത്തതും അതിനു വേണ്ടിയാണ്. കാരണം ഈ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ അവിടുന്ന് പറഞ്ഞത് സിവിൽ ഡെത്ത് എന്നാ പറയുന്നത്. സിവിൽ ഡെത്ത് എന്ന് പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് സംഭവിക്കണമെന്ന് നവീൻ ബാബുവിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ ചെയ്യാത്ത ഒരു തെറ്റിന് ക്രൂശിക്കപ്പെടുന്നു എന്ന് കണ്ടിട്ട് ഇതുവരെ അദ്ദേഹത്തിനുണ്ടായ ഇമേജ് നഷ്ടപ്പെടുമെന്ന് കണ്ടുകൊണ്ട് ആ രാത്രിയിൽ ചിലപ്പം ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ട് പുള്ളിക്ക് സമാശ്വസിപ്പിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മൈൻഡിൽ നിന്ന് മാറിയാണ്. ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രത്യേക മൈൻഡിൽ സംഭവിക്കുന്നത്. ഒരുപക്ഷെ 4:30 വരെ അദ്ദേഹം ഇരുന്ന് ചിന്തിച്ചു കാണും, ആത്മഹത്യ ചെയ്യണമെന്ന് ആലോചിച്ച് കാണത്തില്ല. 4:30 ഈ 4:30 വരെ ഇദ്ദേഹം ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അവസാനം ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും മൊബൈൽ നമ്പർ വേറെ ഉദ്യോഗസ്ഥന് ഇട്ട് കൊടുത്തിട്ടാണ് ഈ മരിക്കുന്നത്. ധനുഷിന് ഒരുപക്ഷെ ചോദിക്കുക, എന്നാൽ പിന്നെ ആളുടെ പേര് പറയും. ആളുടെ പേര് പറയുമ്പോൾ അത് തെളിയിക്കാനുള്ള രേഖയോ മറ്റു കാര്യങ്ങളോ മറ്റോ ഉണ്ടോ? ഇത് മൊത്തം ഇദ്ദേഹത്തിൽ കൂടിയാണ് നടത്തിയേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലാവുന്നു. അദ്ദേഹം ട്രാൻസ്ഫറിന് വേണ്ടി എത്ര കാലം കൊണ്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ അദ്ദേഹം പത്തനംതിട്ട വരാൻ വേണ്ടി ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുക്കത്തില്ല. അതിനുള്ള കാരണം എന്തോന്ന് അറിയത്തില്ല. ഒരു പക്ഷേ ഈ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനകത്ത് ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇതിനു മുമ്പും ഈ പോലെ ഒരു സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ട് ആരും സംശയിക്കാത്തൊരവസ്ഥ വരുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വിചാരിക്കാൻ പറ്റും. അദ്ദേഹം വിചാരിക്കും ഞാൻ മേടിക്കുന്നില്ലല്ലോ എന്ന്. അദ്ദേഹം എന്താണ് രാത്രി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഭാര്യയെ വിളിച്ചിട്ടില്ല, വേറെ ആരും വിളിച്ചിട്ടില്ല? ഭാര്യയെ വിളിച്ചിട്ടുണ്ട്. ഭാര്യയെ വിളിച്ചിട്ട് ഇതുപോലെ ഭാര്യയെ വിളിച്ചിട്ടുണ്ട്. ഭാര്യയായിട്ട് സംസാരിക്കുന്നത് ഇതുപോലെ എനിക്ക് പ്രശ്നമുണ്ട്, ഇതുപോലെ BP ദിവ്യ വന്ന് ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം, ഇന്ന് തിരിച്ചു കയറി പോന്നാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ ഫോൺ വെക്കുക. പിന്നീട് ആരെ വിളിച്ച ഒരാളായി അഖിലെന്ന് പറയുന്നേ. പിന്നീട് ആരെയൊക്കെ വിളിച്ചെന്ന് പറഞ്ഞാൽ ആരും പറയത്തില്ല. പറയുന്നത് ഇപ്പൊ പോലീസ് പരിശോധിച്ചിട്ട് ഈ ഫോൺ നമ്പർ എല്ലാം എടുക്കും. ഞാനീ പറഞ്ഞേ രാത്രി അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും വിളിച്ചാൽ നമുക്ക് അറിയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഇതുപോലുള്ള ഈ രാഷ്ട്രീയക്കാരനെ വിളിച്ചെന്തിനാ? അതും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വിളിച്ച, എന്നാൽ കണ്ണൂർ CPI-യുടെ ജില്ലാ സെക്രട്ടറി അല്ല, അവരുടെ ഈ യൂണിയന്റെ ജില്ലാ സെക്രട്ടറി. അത് എന്നാ പിന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വിളിച്ചാൽ പോരെ. അപ്പൊ ഇതിനകത്ത് ട്രാൻസ്ഫറിനകത്ത് ഇടപെടേണ്ടത് CPM ഇടപെടുന്നതിനെക്കാട്ടി കൂടുതൽ ട്രാൻസ്ഫറിനകത്ത് ഇടപെടാൻ പറ്റുന്ന CPI-ക്കാണ്. അവർക്ക് അവർ റവന്യൂ വകുപ്പിന്റെ അധികാരമെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ട്രാൻസ്ഫറിനകത്തോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനകത്തോ ഒക്കെ ഉള്ളു. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയ മനുഷ്യൻ എന്തിനാ 4-ാം തീയതിക്ക് ശേഷം അവിടെ നിന്ന് ഈ സാധനം കൊടുത്തിട്ട് പോരേണ്ട കാര്യം? അടുത്ത ആളിനങ്ങ് ചാർജ് എടുക്കുന്ന ആളിനങ്ങ് ഏൽപ്പിച്ചാൽ പോരെ. അടുത്ത ചാർജ് എടുക്കുന്ന ആളിന് ഒന്നുമില്ലല്ലോ. ഒരാളുടെ ഇപ്പം ധനുഷ് അവിടുത്തെ ADM ആണ്. അടുത്ത ആൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോളോ അപ്പ് അദ്ദേഹം ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം നിന്ന് കൊടുത്തിട്ട് പോരണ്ടല്ലോ. 4-ാം തീയതി അദ്ദേഹം റിലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 9-ാം തീയതി വരെ നിന്നിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതിനകത്തൊക്കെ ഒത്തിരി ദുരൂഹതയുണ്ട്. അതായത് നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ അദ്ദേഹം ഫോൺ വിളിച്ച് അവസാനമായിട്ട് പറഞ്ഞ എന്താണ്? അതിപ്പം പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്. ഇന്നലെ പ്രശാന്ത് പോയി കൊടുത്ത മൊഴി എന്താണ്? അതിനകത്ത് പ്രശാന്ത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അദ്ദേഹം കൊടുത്ത പരാതി, മുഖ്യമന്ത്രി കൊടുത്ത പരാതി ശരിയാണെന്നും ഞാൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് യഥാർത്ഥത്തിലുള്ള പ്രതിയെ പോലീസിന് കണ്ടെത്താൻ സാധിക്കുക തന്നെ ചെയ്യും. പക്ഷെ യഥാർത്ഥ പ്രതികൾ ഈ പറയുന്നത് പോലെ പ്രബലരാണ്. അതുകൊണ്ട് തന്നെ കളക്ടർക്ക് എന്തൊക്കെ അറിയാം. കളക്ടർ പറഞ്ഞ മൊഴിക്കകത്ത് നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. കളക്ടർക്ക് ഈ കൈക്കൂലി ഇടപാട് നടന്നിട്ടുണ്ടെന്ന് അറിയാം. ഒരുപക്ഷെ പല കളക്ടർമാരും കൈക്കൂലി മേടിക്കുന്നവരുണ്ട്. ചില കാര്യങ്ങൾ അവരിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കളക്ടർ ഈ കോറി മാഫി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ ADM-മാർക്ക് പൈസ കിട്ടുന്നതും അല്ലെങ്കിൽ കളക്ടർമാരുമായിട്ട് ബന്ധപ്പെടുന്നത് അറിയാമല്ലോ. കോറിയെ മാഫിയ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഈ ലൈസൻസ് കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ മേടിക്കുന്ന നവീൻ ബാബു മേടിക്കുന്നില്ലോ എന്നുള്ളതല്ല. മേടിക്കുന്ന ADM-മാരും തഹസീൽദാർമാരും ഒക്കെ കണ്ടമാനമായിട്ടുണ്ട്. നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇല്ലെന്നുള്ളതല്ല, വളരെ കുറവാണ്. അപ്പൊ ഇതിനകത്ത് ഒരു പക്ഷേ ഈ വിഷയത്തിനകത്ത് ഇവർ തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരിക്കണം ഉണ്ടാവും. ആരാ? ഈ PP ദിവ്യയും കളക്ടറും തമ്മിൽ. അപ്പൊ ഈ വിഷയം നടക്കാൻ വന്നപ്പോൾ ഒരു പക്ഷേ കളക്ടറെ PP ദിവ്യ വിളിച്ചിട്ടുണ്ടാവും. അവിടെ ഇത് കൊടുത്തല്ലോ. അത് അന്നേരം കളക്ടർ പറഞ്ഞതൊക്കെ പോലും ഇതിനകത്ത് ഈ വിഷയം നീയും കാണത്തില്ല. കാരണം കളക്ടർക്ക് മേളിലുള്ള ആളായിരിക്കുമല്ലോ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ. CPI-യുടെ മന്ത്രി ഉൾപ്പെടെയുള്ള ജില്ലയാണ്. CPI ആണ് ഇടപെട്ടത്. കളക്ടർക്ക് മേളിലുള്ള ആളായിരിക്കും ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ട്രാൻസ്ഫറിന്റെ മറ്റു കാര്യത്തിന്റെ വേറെ ബോർഡ്സിനൊക്കെ ഇവരുടെ സഹായം വേണ്ടി വരും. കണ്ണൂർ പോലൊരു ജില്ലയാണ്. അപ്പം ഇതിനകത്ത് ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന് ഇതിന്റെ വിഷയത്തിനകത്ത് അവർക്ക് യാതൊരു നീതിയും ലഭിക്കത്തില്ല.
സാധ്യതയില്ല. കാരണം ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള കക്ഷികളല്ല. നവീൻ ബാബുവിന്റെ കൈക്കൂലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടിരിക്കുന്ന നമ്മൾ വിചാരിച്ചുള്ള കക്ഷിയല്ല. ഈ നവീൻ ബാബുവിന് പൂർണ്ണമായിട്ടും അറിയാമായിരുന്നു അദ്ദേഹം സിവിൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ള ഒരു മാന്യനായുള്ള ഒരു മനുഷ്യൻ മരിക്കുന്നതിന് തുല്യമാണ് സിവിൽ ഡെത്ത്, അതിൽ ഭേദം മരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാൻ മരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന് ഈ വിഷയത്തിനകത്ത് ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചവരും അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രേരണ കൊടുത്തവരും ഒന്നും അവസാനം കുരുങ്ങുമെന്ന ഘട്ടം വന്നപ്പോൾ ആരും കൂടെ ഇല്ലെന്ന് കണ്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പുള്ളി പോയത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിയുടെ ആത്മഹത്യ. ഒരു നീതിയും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഈ വിഷയത്തിൽ നിന്ന് കിട്ടത്തില്ലെന്നുള്ള കാര്യം ഈ ബൈ ഇലക്ഷൻ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും.